ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രൈഡ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡ്സിനെന്നല്ല എല്ലാവർക്കും സ്കിൻ നന്നായിട്ടിരിക്കാനും സ്കിന്നിൽ ടാനൊക്കെ കളയാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. സീക്രട്ട് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക്. അവരങ്ങനെ ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഐസ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 2 3 ഇൻഗ്രീഡിയൻസാണ് പൗഡേഴ്സാണ് വേണ്ടത്. അതിലോട്ടൊരു എന്തെങ്കിലും മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള ഒന്നല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഐസ് വെച്ച് രണ്ട് ഐസാണ് ഞാൻ എടുത്തത് കേട്ടോ. 2 3 ഐസ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതാരും ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ആരാന്നൊന്നും പറയുന്നില്ല. ഇത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോൾസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുത്തിലും എവിടെയൊക്കെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നോ അത്രയും സ്പേസിലൊക്കെ നമുക്ക് ഐസ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ ഓട്സ് പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് അതിൻ്റെ ഒരു കാൽഭാഗമൊക്കെ മതിയാവും മഞ്ഞൾ, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, വൈൽഡ് ടർമറിക് പൗഡർ എന്ന് പറയുക, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3ഉം കൂടെ മിക്സ് ചെയ്യാനായിട്ട് തൈരാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലാക്റ്റിക് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് 3 മതി. പിന്നെ നമ്മുടെ തൈരും ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ കൺസിസ്റ്റൻസി ഇത്തിരി കട്ടി അധികം ഇല്ലാണ്ട് ഇത്തിരി ലൂസായിട്ട് എടുക്കുക കേട്ടോ. കാരണം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഓട്സ് ഉള്ള കാരണം ഇങ്ങനെ കുറുകി വരും. അപ്പോൾ കുറച്ചധികം ലൂസിലെടുക്കാം കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും ഇത്രയും ക്വാണ്ടിറ്റി മതിയായിരിക്കും. അളവ് പറയുകയാണെങ്കിൽ ഓട്സും മുൾട്ടാണി മിട്ടിയും ഏകദേശം സെയിം അളവിന് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞളെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കുറവ് എടുത്താലും മതിയായിരിക്കും. എടുത്തേക്കണം. അപ്പോൾ 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ ആണെങ്കിൽ നമുക്കൊരു 1/4 to 1/2 ടീസ്പൂണിൻ്റെ ഇടയിലായിട്ട് മഞ്ഞളെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റബ്ബ് ചെയ്ത ഫേസിലോട്ട് ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൈ വെച്ച് തന്നെ നന്നായിട്ട് അങ്ങനെ ഇത്തിരി അധികം കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഡെയിലി നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആവാനും ടാൻ റിമൂവ് ചെയ്യാനായിട്ടും അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ പിമ്പിൾസ് വന്നു പോയതിൻ്റെ ആക്നെ മാർക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റൻ ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ്. പിന്നെ ഓയിൽ കൺട്രോൾ, അതായത് ഡ്രൈ ആയിട്ടുള്ളവർക്കായാലും എല്ലാ സ്കിൻ ടൈപ്പിനും, ഓയിൽ സ്കിൻ ടൈപ്പിനായാലും ഡ്രൈ ടു നോർമൽ എല്ലാവർക്കും ഈവൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ലാക്റ്റിക് അലർജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ഹണി അല്ലെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെയും എൻ്റെ ഈ ചാനലിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഫേസ് പാക്ക് എന്താ പറയുക, കറക്റ്റ് 100% റിസൾട്ട് തരുന്ന ഒന്നാണ്. ഇത് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ബ്രൈഡ്സായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഡെഫിനറ്റ്ലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾസോ നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 1 മന്തെങ്കിലും ബിഫോർ നിങ്ങളിത് ചെയ്യുക. 3 മന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ നമ്മൾ ചെയ്യാവുന്ന നോർമൽ സ്കിൻ കെയർ എന്തെങ്കിലും സിറം വൈറ്റമിൻ സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സിറംസൊന്നും ആക്റ്റീവ്സൊന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ ഇടാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സ്കിന്നിൻ്റെ കാര്യത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും. പിന്നെന്താ, ലാസ്റ്റത്തെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വീഡിയോ കാണാം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാണ്ട് എനേബിൾ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഞാൻ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഈ കളറാണ് ഉണ്ടാവുക കേട്ടോ. ഈ പാക്കിന് വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക, മഞ്ഞ കളർ അങ്ങനെ ഇല്ല. ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്തിട്ട് നല്ല സ്കിൻ എന്താ പറയുക, നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ബൈ.